നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് ധനവകുപ്പ് അനുമതി നൽകിയത് ഇലക്ഷൻ സ്റ്റണ്ടാണോ എന്ന് സംശയിക്കുന്നതായി ബൈപ്പാസ് കൂട്ടായ്മ. ബൈപ്പാസ് നിർമ്മാണത്തിന് ഫണ്ട് എത്തിയില്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ സെക്രട്ടറി ജെയിംസ് മയ്യംതാനി 24-നോട് പറഞ്ഞു. ധനാനുമതി ആയത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. പക്ഷേ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ പലപ്പോഴും ഞങ്ങളിത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തേത് സ്റ്റണ്ടാണോ എന്നൊരു സംശയമുണ്ട്. അതല്ല, ഞങ്ങൾക്ക് ഫണ്ട് യഥാർത്ഥമായി അനുവദിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു സ്ഥലത്ത് ആ അക്കൗണ്ടിൽ പൈസ എത്തണം. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഒരു 60% വീടുകളെങ്കിലും ഞങ്ങൾ കയറി ഇറങ്ങി ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് പറയും. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് 33 വർഷമായിട്ട് ഈ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ദുരിതം അനുഭവിക്കും. വിപിൻ സി വിജയനുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, അപ്പോൾ ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണോ എന്നാണ് അവരുടെ സംശയം. എന്തൊക്കെയാണ് അവർ പറയുന്നത് വിപിൻ? ഉന്മേഷ്, ഏറെ മുറവിളികൾക്കൊടുവിലാണ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ധനാനുമതി ആയിരിക്കുന്നത്. 227.18 കോടി രൂപയാണ് ഇന്നലെ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തുക അക്കൗണ്ടിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ് ബൈപ്പാസ് കൂട്ടായ്മ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഏകദേശം ഒരു 30 വർഷമെങ്കിലുമായി ഈ ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള ഏറെ കാലത്തെ ഒരു കാത്തിരിപ്പാണ്. ഒപ്പം തന്നെ അതിന് സ്ഥലം വിട്ടുകൊടുത്തവരുണ്ട്, അവർക്കൊന്നും ഇപ്പോഴും പണം ലഭിച്ചിട്ടില്ല. പലരും വാടക വീടുകളിൽ. അങ്ങനെ വലിയ ദുരിതം ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിന് പണം എത്തുമെന്നുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ ധനാനുമതി എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുൻപും ആളുകൾ വന്നിട്ടുണ്ട്. മന്ത്രിമാരുടെ ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്, എത്രയും വേഗം ഇത് നടപ്പാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യവും പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ നിലമ്പൂരിലെ തിരക്ക് ഒഴിവാക്കുക, ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുക, ഊട്ടിയിലേക്കും കൂടലൂർക്കുമുള്ള വലിയ ചരക്ക് വാഹനങ്ങൾ വരുമ്പോഴുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുക തുടങ്ങിയായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ടായിരുന്നത്. പക്ഷേ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ ഒരു ബൈപ്പാസ് ഒന്നും തന്നെ അത് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴൊരു ധനാനുമതി ആയിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സർക്കാരിന്റെ ഇങ്ങനെയൊരു നീക്കം, ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് കൃത്യമായി അക്കൗണ്ടിലേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ബൈപ്പാസ് കൂട്ടായ്മ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥിയുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത്.